Hello everyone. Fourier series എന്ന ടോപ്പിക്കാണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇപ്പോൾ ഫൊറിയർ സീരീസ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഫൊറിയർ സീരീസ് ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ട് അതിൻ്റെ ഫൊറിയർ സീരീസ് കണ്ടുപിടിക്കുന്നതിന് ആവശ്യമായ വളരെ അത്യാവശ്യം വേണ്ട ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യാം. പ്രധാനമായിട്ട് വേണ്ടത് ഇൻ്റഗ്രൽസ് ആണ്. Okay, so for integrals of some standard functions, integral of x to the power n എന്ന് പറയുന്നത് x to the power n plus 1 by n plus 1 ആണ്. And integral of sin ax dx is minus cos ax by a. അതുപോലെ integral of cosine of ax dx is equal to sin ax divided by a. Okay, and integral of e to the power ax dx is equal to e to the power ax divided by a plus c, and integral of e to the power ax sin bx dx is equal to e to the power ax by a square plus b square times a sin bx minus b cos bx plus c, and integral e to the power ax cos bx dx is equal to e to the power ax by a square plus b square times a cos bx plus b sin bx plus c. And ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇൻ്റഗ്രേഷൻ ഒന്ന് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഫോർമുലാസ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻ്റഗ്രൽ ഓഫ് പ്രൊഡക്റ്റ് ഓഫ് ടു ഫങ്ഷൻസ് എങ്ങനെയാണെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് യു വി ഡി എക്സ്. ഓക്കെ, ഇതിനകത്ത് യു എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, ഓക്കെ, യു എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് അറിയാമെന്ന് വിചാരിക്കാം, വി എന്ന് പറയുന്ന ഫംഗ്ഷൻ അറിയാമെന്ന് വിചാരിക്കാം. അപ്പോൾ യുവിൻ്റെ ഡെറിവേറ്റീവ്സ് നമ്മൾ താഴേക്ക് എഴുതും. ഇതാണ് യു ഡാഷ്, യു ഡബിൾ ഡാഷ്, യു ട്രിപ്പിൾ ഡാഷ്, യു ഫോർത്ത്. ഇതൊക്കെ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണെന്ന് വിചാരിക്കും. ഇത് എൻ്റെ ഡെറിവേറ്റീവ്സ് ആണ്. ഓക്കെ, അതുപോലെ വിയുടെ ഇൻ്റഗ്രൽസ് ആണ് വി വൺ, വി ടു, വി ത്രീ, വി ഫോർ എന്ന് വിചാരിക്കും. ഇതൊക്കെ അതിൻ്റെ ഇൻ്റഗ്രൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് യു വി ഡി എക്സ് ഇസ് ഈക്വൽ ടു, നമുക്കിത് ഇങ്ങനെ എഴുതാം. അതായത് ഫസ്റ്റ് ഇൻറ്റു, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഫസ്റ്റ് ഫംഗ്ഷൻ ടൈംസ് ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് യു വി വൺ അങ്ങനെ എഴുതാം, യു വി വൺ. ദെൻ ഓൾട്ടർനേറ്റ് പ്ലസ് ആൻഡ് മൈനസ് ആണ്, അപ്പോൾ അടുത്തത് മൈനസ് എഴുതണം. ദെൻ യുവിൻ്റെ ഡെറിവേറ്റീവും വി വണ്ണിൻ്റെ ഇൻ്റഗ്രലും, അതായത് യു ഡാഷ് വി ടു എന്ന് കിട്ടും. യുവിൻ്റെ ഡെറിവേറ്റീവ് വി വണ്ണിൻ്റെ ഇൻ്റഗ്രൽ വി ടു, പിന്നെ ഓൾട്ടർനേറ്റ് പ്ലസ് ആൻഡ് മൈനസ് ഇടുക. അപ്പോൾ ഇത് യു ഡബിൾ ഡാഷ് വി ത്രീ മൈനസ് യു ട്രിപ്പിൾ ഡാഷ് വി ഫോർ പ്ലസ് എക്സെട്ര. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സാധാരണ ഈ ഫസ്റ്റ് വരുന്ന ഫംഗ്ഷൻ ഈ യു എന്ന് പറയുന്ന ഒരു പോളിനോമിയലൊക്കെ ആണെങ്കിൽ നമ്മളൊരു ഡെറിവേറ്റീവ് എടുത്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് സീറോ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഫോമുല നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ ലിമിറ്റ് കാണാൻ എങ്ങനെയാണ് ഒരു ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് കാണുക. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ ക്യാപിറ്റൽ എഫ് ആണെന്ന് വിചാരിക്കുക. എഫ് ഓഫ് എക്സ് ആണ് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. നമ്മളിങ്ങനെ എഴുതുക, സ്ക്വയർ ബ്രാക്കറ്റിൽ എ ടു ബി എന്ന് എഴുതും. ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യും ഇതിനകത്തേക്ക്. സോ എഫ് ഓഫ് ബി, ആദ്യം എക്സിൻ്റെ സ്ഥാനത്തേക്ക് നമ്മൾ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യും. ദെൻ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യും, മൈനസ് എഫ് ഓഫ് ബി. ഇതാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നമ്മൾ വാല്യുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അടുത്തത് നമ്മൾ ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യമായിട്ട് വരുന്ന ചില റിസൾട്ടുകളുണ്ട്. അതിനകത്ത് ഓർത്തിരിക്കേണ്ട ഒരെണ്ണം ഇതാണ്, സൈൻ എൻ ടൈംസ് പൈ. സൈൻ എൻ പൈയുടെ വാല്യൂ എല്ലായ്പ്പോഴും സീറോ ആയിരിക്കും. അതുപോലെ കൊസൈൻ ഓഫ് എൻ പൈ, ഓക്കെ, കൊസൈൻ എൻ പൈയുടെ വാല്യൂ -1 ഓൾ ടു ദി പവർ n ആയിരിക്കും.
ഓക്കെ. അതുപോലെ കൊസൈൻ 0 1 ആണ്, സൈൻ 0 0 ആണ്. അതുപോലെ വേറൊരു റിസൾട്ട് ഇതാണ്, സൈൻ ഓഫ് മൈനസ് എക്സ്. സൈനിനകത്തൊരു മൈനസ് വന്നാൽ നമുക്കത് മൈനസ് സൈൻ എക്സ് എന്ന് എഴുതാം. അതുപോലെ കൊസൈനകത്ത് ഒരു മൈനസ് എക്സ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, നമുക്ക് കോസ് എക്സ് തന്നെ, ആ മൈനസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിട്ട് കോസ് എക്സ് എന്ന് തന്നെ എഴുതാം. ഓക്കെ. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ റിസൾട്ടുകൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ്. ഓക്കെ. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇതുപോലെ ഒരു ഇൻ്റഗ്രൽ എങ്ങനെയാണ് ഈ രീതിയിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക എന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ. സോ ഇൻ്റഗ്രൽ ഫോർ എക്സാമ്പിൾ if this be x minus x square times sin 2x dx ആണെന്ന് വിചാരിക്കാം. ഇൻ്റഗ്രേറ്റ് ഇറ്റ് ഫ്രം 0 to 2. ഇതാണ് പ്രോബ്ലം എന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുക, ഇതിന് ഇൻ്റഗ്രേഷൻ നടത്തുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, ഇത് പറഞ്ഞ പോലെ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഫസ്റ്റ് ടൈംസ് ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ 2x-ൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കോസ് 2x ബൈ 2 എന്ന് കിട്ടും. ഇത് ബ്രാക്കറ്റിലിടണം, നിർബന്ധമായിട്ട് അത് ബ്രാക്കറ്റിലിടണം. മൈനസ് ഓൾട്ടർനേറ്റ് പ്ലസ് ആൻഡ് മൈനസ് ആണ്, മൈനസ് ഇടുക. ഫസ്റ്റ് പാർട്ടിൻ്റെ ഡെറിവേറ്റീവ് എക്സ് മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് 2x നിർബന്ധമായിട്ടും ബ്രാക്കറ്റിലിടുക. ദെൻ സെക്കൻഡ് പാർട്ടിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് 2x ബൈ 2ൻ്റെ ഇൻ്റഗ്രൽ, അത് മൈനസ് സൈൻ 2x ബൈ 2, ഓൾറെഡി അവിടെ 2 ഉണ്ട്, അപ്പോൾ അത് 4 എന്നാവും. അല്ലെങ്കിൽ അത് നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതിയാലും മതി, 2 സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ. പ്ലസ് നൗ ഇതിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് 2x-ൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 2. ഓക്കെ. ആൻഡ് ഇൻ്റഗ്രൽ ഓഫ് ദിസ് മൈനസ് സൈൻ 2x ബൈ 2 സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ. സൈൻ്റെ ഡെറിവേറ്റീവ് ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ ഒരു മൈനസ് കൂടി വരും, അപ്പോൾ മൈനസ് മൈനസ് പ്ലസ് ആവും. സോ കോസ് 2x ബൈ 2 ക്യൂബ് എന്നാണ് കിട്ടുക. അടുത്തത് വീണ്ടും നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം, മൈനസ് 2ൻ്റെ ഡെറിവേറ്റീവ്. മൈനസ് 2ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ കൊണ്ട് നമുക്ക് ഈ ഇൻ്റഗ്രേഷൻ പ്രോസസ് കംപ്ലീറ്റ് ആവും. ഇൻ്റഗ്രേഷൻ പ്രോസസ് കംപ്ലീറ്റ് ആവും. സ്ക്വയർ ബ്രാക്കറ്റിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യും ഫ്രം 0 to 2. അടുത്ത സ്റ്റെപ്പിൽ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഈ ബ്രാക്കറ്റുകൾ കൃത്യമായിട്ട് ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം എന്ന രീതിയിൽ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. ഇവിടെ നെഗറ്റീവ്സ് ഒന്നും സിംപ്ലിഫൈ ചെയ്യാൻ പാടില്ല. ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ, അത് ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് നെഗറ്റീവ്സ് മാത്രം സിംപ്ലിഫൈ എന്നുള്ളതാണ്. ഓക്കെ. നെഗറ്റീവ്സ് മാത്രം സിംപ്ലിഫൈ ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈം എന്ന് പറയാം. ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ്, അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അത് പുറത്ത് വരും. അപ്പോൾ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് മൈനസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ കോസ് 2x ബൈ 2 എന്ന് വരും. ഇതാണ് ഫസ്റ്റ് ടൈം. സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മൈനസ് മൈനസ് അത് പ്ലസ് ആവും. അപ്പോൾ പ്ലസ് 1 മൈനസ് 2x എപ്പോഴും ബ്രാക്കറ്റിൽ ഇടണം, സൈൻ 2x ബൈ 2 സ്ക്വയർ. തേർഡ് ടൈം മൈനസ് ആണ്, മൈനസ് 2 ടൈംസ് കോസ് 2x ബൈ 2 ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ 3 ടൈമുകളാണ് കിട്ടുക. ഫസ്റ്റത്തെ ടൈം ഒരു നെഗറ്റീവ് ടൈമാണ്, സെക്കൻഡ് ടൈം ഒരു പോസിറ്റീവ് ടൈമാണ്, തേർഡ് ടൈം ഒരു നെഗറ്റീവ് ടൈമാണ്. ഓക്കെ. അപ്പോൾ നെഗറ്റീവ്സ് ആദ്യം നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. ഇപ്പോൾ നെഗറ്റീവ്സിൻ്റെ വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. തേർഡ് സ്റ്റെപ്പിലാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ എക്സ് വരുന്നിടത്തൊക്കെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതാണ് അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൈനസ് ഓഫ് 2 മൈനസ് 2 സ്ക്വയർ കോസ് 2 കൊടുക്കുമ്പോൾ 2 ടൈംസ് 2 4 എന്ന് വരും, റൈറ്റ്. കോസ് 4 ബൈ 2 പ്ലസ് ദെൻ 1 മൈനസ് 2 ടൈംസ് 2 സൈൻ 4 ബൈ 2 സ്ക്വയർ മൈനസ് 2 ടൈംസ് കോസ് 2 ടൈംസ് 2 4 ബൈ 2 ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ സൈൻ ഇത് മൈനസ് ആണ്, ഫസ്റ്റ് ടൈം മൈനസ് ആണ്, സെക്കൻഡ് ടൈം പോസിറ്റീവ് ആണ്, തേർഡ് ടൈം നെഗറ്റീവ് ആണ്. അടുത്ത് നമ്മൾ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സാധാരണ ഗതിയിൽ നമ്മൾ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് ഒരു മൈനസ് ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് ചെയ്യാറുള്ളത്, റൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ അത്രയും സ്റ്റെപ്പ് നമ്മൾ ഒഴിവാക്കുകയാണ്, മൈനസ് ബ്രാക്കറ്റ് ഇടുന്നില്ല. പകരം ഇവിടെ ഏതാണോ നമുക്കുള്ള സൈൻ, ആ സൈനിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ ഇട്ടാൽ മതിയോ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇതിപ്പോൾ മൈനസ് ആണ്, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നമ്മൾ എന്ത് ഇടുക, പ്ലസ് ഇടുക. ദെൻ 0 മൈനസ് 0 സ്ക്വയർ കോസ് 2 ടൈംസ് 0 ബൈ 2. അടുത്തത് ലോവർ ലിമിറ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ ഇത് പ്ലസ് ആണ്, അപ്പോൾ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് മൈനസ് ആവും. മൈനസ് 1 മൈനസ് 2 ടൈംസ് 0 സൈൻ 2 ടൈംസ് 0 ബൈ 2 സ്ക്വയർ. ലാസ്റ്റ് ടൈം പോസിറ്റീവായിട്ട് മാറും, 2 ടൈംസ് കോസ് 2 ടൈംസ് 0
ബൈ 2³ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അനാവശ്യമായ ബ്രാക്കറ്റുകളോ അനാവശ്യമായ നെഗറ്റീവ്സോ ഒന്നും ഇതിനകത്തില്ല. നമുക്ക് മൊത്തം 6 ടൈമാണുള്ളത്. ഫസ്റ്റ് ടൈം നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്, ദെൻ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്, അങ്ങനെ 6 ടൈമാണുള്ളത്. ഈ 6 ടൈം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും ആൻസർ. അത് നമ്മുടെ 4th സ്റ്റെപ്പിൽ സിംപ്ലിഫിക്കേഷൻ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ 4th സ്റ്റെപ്പിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് കിട്ടുക. മൈനസ് ഓഫ്, ആദ്യം ഇത് സിംപ്ലിഫൈ ചെയ്യാം. 2² 4 ആണ്. 2 മൈനസ് 4 -2 വരും. -2ൽ 2ഉം ഈ 2ഉം ക്യാൻസൽ ആവും. അപ്പം മൈനസ് മൈനസ് പ്ലസ് ആവും. അപ്പോൾ cos 4 എന്ന് കിട്ടും. ഫസ്റ്റ് ടൈം നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുക cosine ഓഫ് 4 ആണ്. സെക്കൻഡ് ടൈം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 മൈനസ് 4 -3 വരും. -3 sin 4/2². -3 sin 4/4. and third time 2 cos 4/2³. അപ്പോൾ cos 4/2² മൈനസ് cos 4/2². 4 ആണ്, 4 എന്നായിരുന്നു. ഓക്കെ, ഇനി ലോവർ ലിമിറ്റ് നോക്കുക. ഇതിപ്പോൾ 0 മൈനസ് 0 0 ആയി. അപ്പോൾ ആ ടൈം ഫുള്ള് 0 ആയി. ഓക്കെ, അപ്പോൾ അത് -0. ദെൻ ഇവിടെ സൈൻ 0 വരുന്നുണ്ട്. അപ്പോൾ സൈൻ 0 0 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതും ഫുള്ള് 0 ആയി. അത് പ്ലസ് 0 -0 ആൻഡ് ലാസ്റ്റ് ടേം ഇസ് cos 0 1 ആണ്. cos 0 1, അപ്പോൾ 2/2³ അത് 1/4 എന്ന് കിട്ടും. പ്ലസ് 1/4. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ 4ാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടും. ഫസ്റ്റ് ഇൻ്റഗ്രേഷന് വേണ്ടി മാത്രം ഒരു സ്റ്റെപ്പ്, ദെൻ നെഗറ്റീവ്സ് സിംപ്ലിഫൈ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ്, ദെൻ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ്, ആൻഡ് 4th സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ ആണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ തന്നെ ഈ ഇൻ്റഗ്രൽ കാണാൻ വേണ്ടി നമ്മൾ പഠിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, ആൻഡ് ഹിയർ വി ഹാവ് ദി സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്, ദിസ് ഈസ് ദ തേർഡ് സ്റ്റെപ്പ്, ആൻഡ് ഫൈനലി ഇൻ 4th സ്റ്റെപ്പ് വി വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കും. ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടി അറിഞ്ഞിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഫൊറിയർ സീരീസ് എന്ന് കാണാം. ഓക്കെ, ഫസ്റ്റ് ലെറ്റ്സ് സീ ഡിറിച്ലെറ്റ്സ് കണ്ടീഷൻസ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ അല്ല, ഇതിന് ചില പ്രത്യേകതകളുണ്ട്. ഫസ്റ്റ് പ്രത്യേകത ഇതാണ്, ഇതൊരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ്, സിംഗിൾ വാല്യൂഡ് ആണ്, ഫൈനൈറ്റ് ആണ്. ഓക്കെ, പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സൈൻ എക്സ് എന്ന് പറയുന്ന ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണെന്ന് നമുക്കറിയാം, 2π. ഒരു 2π ഇൻ്റർവെലിന് ശേഷമുള്ള ബാക്കിയെല്ലാം ഒരുപോലെ ഇരിക്കും ഫംഗ്ഷൻ. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. ഇപ്പോൾ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ്, ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് ടി ആണ്. ഓക്കെ, അപ്പോൾ 0 മുതൽ ടി വരെ ഈ ഫംഗ്ഷൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും t to 2t, അതുപോലെ 2t to 3t, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ ഇതൊരു പീരിയോഡിക് ഫംഗ്ഷനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പീരിയോഡിക് ഫംഗ്ഷനാണ് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആയിരിക്കണം. ഓക്കെ, അടുത്ത കണ്ടീഷൻ ഇതാണ്, ഇതിന് ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂവിറ്റീസേ ഉണ്ടാകാൻ പാടില്ല ഒരു പീരിയഡിൽ. ഡിസ്കണ്ടിന്യൂവിറ്റീസ് വരാം, അതായത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാതെ വരാം, അതിന് കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയുള്ള ഡിസ്കണ്ടിന്യൂവിറ്റീസ് ഫൈനൈറ്റ് നമ്പറേ വരാൻ പാടുള്ളൂ. അതുപോലെ എഫ് ഓഫ് എക്സ് ഹാസ് അറ്റ് മോസ്റ്റ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് മാക്സിമം ഓർ മിനിമം. എന്ന് വെച്ചാൽ ഫംഗ്ഷന് ഫൈനൈറ്റ് നമ്പർ ഓഫ് മാക്സിമം മിനിമം വരാൻ പാടില്ല. അപ്പോൾ മാക്സിമം മിനിമം വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഒരു പീരീഡ് ഇതായിട്ട് എടുക്കാമെന്ന് വിചാരിക്കാം, 0 to t. അപ്പം ഇങ്ങനെയൊക്കെ ഫംഗ്ഷൻ വരാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ഒരു മാക്സിമം ഒരു മിനിമം ഉള്ളൂ. പക്ഷേ ഫംഗ്ഷൻ ഇങ്ങനെ വരാൻ പാടില്ല. ഇങ്ങനെയുള്ള ചില കർവുകളൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് നോക്കി ഇതിനകത്ത് ഒരു ഇൻഫിനിറ്റ് നമ്പർ ഓഫ് മാക്സിമം മിനിമം ഒക്കെ വരും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് മാക്സിമം മിനിമം വരണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷനെയാണെന്ന് നമുക്ക് വിളിക്കാം ഡിറിച്ലെറ്റ്സ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെ ഡിറിച്ലെറ്റ്സ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് നമ്മൾ ഫൊറിയർ സീരീസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ഫൊറിയർ സീരീസ് എന്ന് പറയാം? അപ്പോൾ ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത് ഈ ഡിറിച്ലെറ്റ്സ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഡിറിച്ലെറ്റ്സ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻ വെച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ പീരീഡ് 2π ആയിരിക്കണം, അല്ലേ? ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ജനറലി ഇതിൻ്റെ പീരീഡ് 2l ആയിട്ടാണ് എടുക്കുക. 2l പീരീഡുള്ള ഒരു ഫംഗ്ഷൻ. ഓക്കെ, 2l പീരീഡ് എന്ന് പറയുമ്പോൾ ജനറലി നമ്മൾ ഫസ്റ്റ് തന്നെ ഡിഫൈൻ ചെയ്യുന്ന എവിടുന്നായിരിക്കും? 0 മുതൽ 2l വരെയുള്ള ഒരു ഇൻ്റർവൽ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ഇതാണ് 2l എന്ന് പറയുന്ന ഇൻ്റർവൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ, ഇതാണ് ഫംഗ്ഷൻ എന്ന് വിചാരിക്കും. ഈ പറഞ്ഞ പ്രോപ്പർട്ടിക്കുള്ള ഒരു ഫംഗ്ഷൻ 0 to 2l ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 0 to 2l ആണ് പീരീഡ്.
ഇനി ഇതേ സംഭവം തന്നെയായിരിക്കും റൈറ്റ് സൈഡിലേക്ക് റിപ്പീറ്റ് ചെയ്ത് വരിക. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഈ ഫംഗ്ഷനെ നമുക്ക് സൈനിൻ്റെയും കോസിൻ്റെയും ഒരു ഇൻഫിനിറ്റ് സീരീസ് ആയിട്ട് എഴുതാൻ പറ്റും എന്നാണ് ഫൊറിയർ സീരീസ് നമ്മളോട് പറയാം. അപ്പോൾ ആ ഇൻഫിനിറ്റ് സീരീസ് ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫോർമുല ഇതാണ്, എ നോട്ട് ബൈ ടു പ്ലസ് സിഗ്മ എൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എ എൻ കോസ് എൻ പൈ എക്സ് ബൈ എൽ പ്ലസ് സിഗ്മ എൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ബി എൻ സൈൻ എൻ പൈ എക്സ് ബൈ എൽ. എൽ എന്ന് പറയുന്ന ഈ പീരീഡിൻ്റെ നേരെ പകുതി ആയിരിക്കും. 12 ആണ് പീരീഡ്, അതിൻ്റെ നേരെ പകുതി എടുക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും എൽ എന്ന് പറഞ്ഞ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇത് സൈനിൻ്റെയും കോസിൻ്റെയും ഒരു ഇൻഫിനിറ്റ് സീരീസ് ആണ്. ഇതാണ് നമ്മുടെ ഫൊറിയർ സീരീസ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 2-3 അൺനോൺസ് ഉണ്ട്. ഒരു എ നോട്ട് ഉണ്ട്, എ എൻ ഉണ്ട്, ബി എൻ ഉണ്ട്. ഇത് മൂന്നും നമുക്ക് കണ്ടുപിടിക്കാം. അതിൻ്റെ ഫോർമുലസ് അങ്ങ് എഴുതിയിരിക്കുക. എ നോട്ട് ഇസ് ഈക്വൽ ടു 1/L integral 0 to 2L f of x dx and an is equal to 1/L integral 0 to 2L. അതായത് ഈ ലിമിറ്റ് തന്നെയാണ് തന്നിരിക്കുന്നത്. 0 to 2L ആണ് ലിമിറ്റ്, ആ ലിമിറ്റ് തന്നെ ആയിരിക്കും ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ്. 0 to 2L f of x cos n pi x by L dx. ഓക്കെ, അതുപോലെ ബി എൻ എന്ന് പറയുന്നത് 1/L integral 0 to L f of x sin n pi x by L dx എന്നായിരുന്നു. അപ്പോൾ അങ്ങനെ എ നോട്ട്, എ എൻ, ബി എൻ ഇത് മൂന്നും നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഇത് മൂന്നും കണ്ടുപിടിക്കാനുള്ള ഈ ഫോർമുലയെ നമ്മൾ വിളിക്കുന്നത് ഓയിലേഴ്സ് ഫോർമുല എന്നാണ്. ഇതാണ് ഓയിലേഴ്സ് ഫോർമുല. അപ്പോൾ ആക്ച്വലി ആദ്യം ഈ ഫൊറിയർ സീരീസ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ നോട്ട് ആണ്, പിന്നെ എ എൻ ആണ്, പിന്നെ ബി എൻ ആണ്. ഈ 3 വാല്യൂസ് കണ്ടുപിടിച്ചാൽ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമേ നമുക്ക്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫിനിറ്റ് സീരീസ് ഉണ്ടാവും. അതാണ് കണ്ടുപിടിക്കുക, ഫൊറിയർ സീരീസ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഡിറിച്ലെറ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പീരീഡ് 12 ആയാൽ മതി. എവിടെ മുതൽ എവിടെ വരെ ഡിഫൈൻ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒന്നുകിൽ 0 to 12 വരാം. രണ്ടാമത്തെ കേസ് 0 to 12 വേണമെന്ന് നിർബന്ധമില്ല. ഇത് -L to L വേണമെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതാണ് -L to L എന്ന് വിചാരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിച്ചു. സി, അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണെന്ന് നോക്കും. ടോട്ടൽ ലെങ്ത് ഇപ്പോഴും 12 തന്നെയാണ്. റൈറ്റ്, L മൈനസ് L എന്ന് പറയുന്നത് മൊത്തം 12 തന്നെയാണ് ടോട്ടൽ ലെങ്ത്. അപ്പോൾ 12 പീരീഡ് തന്നെയാണുള്ളത്. പക്ഷേ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് -L to L ലാണ്. അപ്പം അങ്ങനെ വരാം. അങ്ങനെ വന്നാലും സെയിം ഫോർമുല തന്നെ നമ്മൾ യൂസ് ചെയ്യുക. ആകെ വരുന്ന ഒരേ ഒരു വ്യത്യാസം ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് ഈ തന്നിരിക്കുന്ന ലിമിറ്റ് തന്നെയായിരിക്കും. തൊട്ട് മുമ്പത്തെ പ്രവർത്തനം നമ്മൾ 0 to 12 ആണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ഫൊറിയർ സീരീസിൻ്റെ ഫോർമുല സെയിം തന്നെ. വേറെ എ നോട്ട് ഇസ് ഈക്വൽ ടു 1/L integral -L to L f of x dx. an is 1/L integral -L to L f of x cos n pi x by L dx and bn is equal to 1/L integral -L to L f of x sin n pi x by L dx. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് മാത്രം ശ്രദ്ധിക്കണം. നമുക്ക് ഏതാണ് പ്രോബ്ലം തന്നിരിക്കുന്നത് അനുസരിച്ചിട്ടാണ് ലിമിറ്റ് ചൂസ് ചെയ്യുന്നത്. ബാക്കി ഫോർമുലാസ് എല്ലാം സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൊറിയർ സീരീസ് നമുക്ക് ആകെ പഠിക്കേണ്ട ഫോർമുലാസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഫൊറിയർ സീരീസിൻ്റെ ഒരു പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കേണ്ടത് ഇൻ്റർവെലാണ്. എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, -L to L ആണോ അല്ലെങ്കിൽ 12 ആണോ. ഓക്കെ, 0 to 12 ആണോ. അപ്പോൾ ഏതാണോ അതിനനുസരിച്ചുള്ള ഫോർമുല എഴുതുക. ഓക്കെ, എന്നിട്ട് എ നോട്ട്, എ എൻ, ബി എൻ ഒക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. ഈ ഫോർമുലയ്ക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ അത്രയാണ് ഈ പ്രോബ്ലത്തിൽ ഫൊറിയർ സീരീസ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം. ഫൈൻഡ് ദ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഫ്രം -π to π. അപ്പോൾ ഞാൻ പറയുന്നത് ആദ്യം നമ്മൾ ഇൻ്റർവെൽ നോക്കണമെന്ന് പറഞ്ഞിട്ടാണ്. നമ്മുടെ പ്രോബ്ലത്തിൻ്റെ ഇൻ്റർവെൽ ഇപ്പോൾ ഒരു -L to L ഫോർമുല ആണുള്ളത്. -L to L ഫോർമുല ആണുള്ളത്. റൈറ്റ്, അപ്പോൾ അത് -π to π എന്നാണ് തന്നിരിക്കുക. അപ്പോൾ ഇവിടെ L എന്തായിരിക്കും? തീർച്ചയായിട്ടും L എന്ന് പറയുന്നത് ദാറ്റ് ഇംപ്ലൈസ് L is equal to π എന്ന് പറയാം അല്ലേ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, L കണ്ടുപിടിക്കാൻ ഇതിൻ്റെ അപ്പർ ലിമിറ്റ് എടുക്കുക, മൈനസ് ലോവർ ലിമിറ്റ് എടുക്കുക, ഡിവൈഡഡ് ബൈ 2 കണ്ടുപിടിച്ചാൽ മതിയോ. ഓക്കെ, അപ്പോൾ 2π/2 എന്ന് കിട്ടും, π എന്ന് കിട്ടും. ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലും L കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ L എന്ന് പറയുന്നത് π ആണ്. ഓക്കെ, L എന്ന് പറയുന്നത് π ആണ്. നമ്മുടെ ഫംഗ്ഷൻ്റെ ഷേപ്പ് ഇത് എങ്ങനെ ആയിരിക്കും കേട്ടോ. നമ്മുടെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ കിട്ടും? ഇത് -π to π, പിന്നെ π to 3π. അപ്പോൾ എക്സ് ആണ് ഫംഗ്ഷൻ, ഇതാണ് ഫസ്റ്റ് എക്സ്, പിന്നെ അത് ഇങ്ങനെ കിട്ടും. സി, അപ്പം ഇങ്ങനെ പോകും. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യു ഗെറ്റ് ദാറ്റ്. ഓക്കെ, ഇങ്ങനെയുള്ള സ്ട്രേറ്റ് ലൈൻസ് കുറേ ഇങ്ങനെ വരും. അതിൻ്റെ ലെങ്ത് -π to π ആയിരിക്കും. അടുത്ത് π to 3π ഇതുപോലെ ലൈൻ വരും, പിന്നെ 3π to 5π ഒരു ലൈൻ സെഗ്മെൻറ്റ് വരും. അങ്ങനെയാണ് ഇത് പോവുക. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഫൊറിയർ സീരീസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഫൊറിയർ സീരീസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഡയറക്റ്റ് ഫോർമുലയിലേക്ക് പോകാം.
അപ്പോൾ ഫൊറിയർ സീരീസ് കണ്ടുപിടിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആദ്യം ഒരു എ നോട്ട് ഉണ്ട്, എ എൻ ഉണ്ട്, ബി എൻ ഉണ്ട്. ഇത് മൂന്നും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എ നോട്ട് കണ്ടുപിടിക്കാം. എ നോട്ട് ഇസ് ഈക്വൽ ടു ഫോർമുല ഇതാണ്. ആദ്യം ഫോർമുല എഴുതണം എല്ലാത്തിൻ്റെയും. 1/L ഇൻ്റഗ്രൽ ഈ പ്രോബ്ലത്തിൻ്റെ ലിമിറ്റ് ഏതാണോ അതായിരിക്കും. ഇത് -L to L ഫോർമുല ആയതുകൊണ്ട് ഫോർമുല ഇതാണ് -L to L f of x dx. ഇതാണ് എ നോട്ടിൻ്റെ ഫോർമുല. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/L നമുക്ക് പൈ ആണ് കിട്ടി. ഇൻ്റഗ്രൽ -π to π f of x ആണ്, x dx എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ x dx എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, സോ 1/π എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 ആണ്, -π to π. അപ്പോൾ ഫസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തു, ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 1/π അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. സോ π²/2 മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം, -π² എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ -π² എടുക്കുമ്പോൾ വീണ്ടും π²/2 എന്ന് തന്നെ കിട്ടും. അപ്പോൾ π²/2 - π²/2 നമുക്ക് കിട്ടും 0 എന്ന് കിട്ടും. അപ്പോൾ എ നോട്ടിൻ്റെ വാല്യൂ നമുക്ക് 0 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് എ നോട്ട് എന്ന് പറയുന്നത്. അടുത്ത് ഇനിയിപ്പോൾ A1 ആണ്, AN ആണ്. അപ്പോൾ ANൻ്റെ ഫോർമുല ഇതാണ് 1/L ഇൻ്റഗ്രൽ -L to L f of x cos nπx/L dx. ഇതാണ് ഫോർമുല. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കറിയാവുന്ന വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. L പൈ ആണ്, ഇൻ്റഗ്രൽ -π to π f of x ആണ്, cos nπx/L പൈ ആണ് dx. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് വളരെ എന്താ പറയുക, ഇൻ്റഗ്രൽ -π to π x cos, ഇവിടെ പൈ ക്യാൻസൽ ആവും, cos nx dx എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോർമുല എഴുതി നമ്മൾ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പാകത്തിന് ആക്കി വെച്ചു. ഇനിയാണ് ഇൻ്റഗ്രേഷൻ നടത്തേണ്ടത്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൃത്യമായിട്ട് ചെയ്ത 4ാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടും. ലെറ്റ്സ് സീ. ആദ്യം നമുക്ക് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. 1/π ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ടൈംസ് ഇൻ്റഗ്രൽ ഓഫ് കോസിൻ്റെ ഇൻ്റഗ്രൽ sin nx/n ആണ്. വേണമെങ്കിൽ nx ഒക്കെ ബ്രാക്കറ്റിലിടാം. sin nx/n ഇങ്ങനെ ഇടാം. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 ഇൻ്റഗ്രൽ ഓഫ് sin nx/n മൈനസ് cos nx/n² എന്നാണ് കിട്ടുക. ഓക്കെ, അടുത്തത് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് 1 എന്ന് പറയുമ്പോൾ 0 കിട്ടും, ഫ്രം -π to π. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പ്രോബ്ലം കിട്ടുക. ഓക്കെ, ഇതാണ് പ്രോബ്ലം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പിൽ നെഗറ്റീവ്സ് മാത്രം സിംപ്ലിഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം ഓൾറെഡി പോസിറ്റീവ് ആണ്. സോ എക്സ് sin nx/n, ഓക്കെ, മൈനസ് പ്ലസ് അനാവശ്യമായ ബ്രാക്കറ്റുകളൊന്നും ഇടണ്ട, cos nx/n². ഇപ്പോൾ രണ്ട് ടൈമേ കിട്ടുള്ളൂ. ഫസ്റ്റ് ടൈം പോസിറ്റീവ് ആണ്, സെക്കൻഡ് ടൈം പോസിറ്റീവ് ആണ്. നെഗറ്റീവ്സ് നമ്മൾ സിംപ്ലിഫൈ ചെയ്തു, -π to π. ഓക്കെ, തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ആദ്യം അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യണം, പിന്നീട് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ പൈ ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ 1/π sin nπ/n പ്ലസ് cos nπ/n². അപ്പോൾ അപ്പർ ലിമിറ്റ് രണ്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. രണ്ട് പോസിറ്റീവ് ടൈം ആണ്, അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്തു. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെയുള്ള രണ്ടിൻ്റെയും ജസ്റ്റ് ഓപ്പോസിറ്റ് സൈൻ ഇട്ടാൽ മതി. അപ്പോൾ ഫസ്റ്റ് ടൈം ഒരു പോസിറ്റീവ് ടൈം ആണ്, അതുകൊണ്ട് അത് നെഗറ്റീവ്. ഇനി എക്സിന് -π കൊടുക്കണം. അപ്പോൾ -π സൈൻ ഓഫ് n ഇൻറ്റു -π/n, ദെൻ വീണ്ടും മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. സോ cos n -π/n² എന്ന് കിട്ടും. അപ്പം ഇങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതാണ് ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടും. അങ്ങനെ മൊത്തം 4 ടൈം ഉണ്ടാവും. അപ്പർ ലിമിറ്റ് പൈ അപ്ലൈ ചെയ്ത് 2 ടൈം, പിന്നെ -2 -π അപ്ലൈ ചെയ്ത് 2 ടൈം. ഇനി നമുക്ക് അറിയാവുന്ന റിസൾട്ട് ഒക്കെ ഉപയോഗിക്കാം. cos nπ നമ്മൾ റിസൾട്ട് കണ്ടതാണ്. cos nπ 0 ആണ്, സോറി sin nπ 0 ആണ്. അപ്പോൾ നമ്മൾ 4ാമത്തെ സ്റ്റെപ്പിൽ നമ്മളിപ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആൻസർ ഇങ്ങനെ കിട്ടും. sin nπ 0 ആണ്. ഓക്കെ, cos nπയുടെ വാല്യൂ നമ്മൾ പറഞ്ഞു -1 all raised to n ആണ്. -1 all raised to n/n². ഇനി വീണ്ടും ഇവിടെ മൈനസ് വന്നാൽ ഈ മൈനസ് നമുക്ക് പുറത്തേക്ക് എടുക്കാമെന്ന് പറഞ്ഞു.
ഈ മൈനസ് പുറത്തേക്ക് വരുമ്പോൾ വീണ്ടും സൈൻ എൻ പൈ കിട്ടുക. അപ്പോൾ സൈൻ എൻ പൈ വീണ്ടും എന്താണ്? 0 ആണ്. അപ്പോൾ അത് വീണ്ടും 0 ആയി, -0. ഇനി ലാസ്റ്റത്തെ കഴിയുമ്പോൾ വീണ്ടും നമുക്ക് കോസിനകത്ത് മൈനസ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല എന്ന് പറയാം. അപ്പോൾ ഇത് കോസ് എൻ പൈ തന്നെയാണ്. കോസ് എൻ പൈ എന്താണ്? -1 ഓൾ റേസ് ടു n ആണ്. അപ്പോൾ -1 ഓൾ റേസ് ടു n ബൈ n സ്ക്വയർ എന്ന് കിട്ടും. റൈറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് -1 ഓൾ റേസ് ടു n സ്ക്വയർ -1 ഓൾ റേസ് ടു n ബൈ n സ്ക്വയർ. അപ്പോൾ രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 0 എന്ന് കിട്ടും. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമുക്ക് an എന്ന് പറയുന്നതും എന്ത് തന്നെ കിട്ടി? 0 തന്നെ കിട്ടി. റൈറ്റ്. an എന്ന് പറയുന്ന വാല്യൂ നമുക്ക് 0 തന്നെ കിട്ടി. ഓക്കെ, an 0 കിട്ടി. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അപ്പോൾ a0 നമുക്ക് 0 എന്ന് കിട്ടി, an 0 എന്ന് കിട്ടി. അടുത്ത ഫോർമുല bn ആണ്. bn is equal to വീണ്ടും ഫോർമുല 1/l integral -l to l f of x sin n pi x by l dx. ഇതാണ് ഫോർമുല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/pi integral -pi to pi f of x x ആണ്, സൈനിൻ്റെ സൈനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ sin n pi x by pi സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പൈയും പൈയും ക്യാൻസൽ ആയിപ്പോൾ sin nx dx എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/pi ഫസ്റ്റ് ഫംഗ്ഷൻ x ടൈംസ് മൈനസ് cos nx by n minus derivative of x is 1 integral of minus cos minus sin nx by n square. അടുത്ത ഡെറിവേറ്റീവ് ഓഫ് 1 0 ആണ്. അപ്പോൾ രണ്ട് ടൈമേ വരുള്ളൂ, -pi to pi. നെഗറ്റീവ്സ് ഫസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടൈം -x cos nx by n മൈനസ് മൈനസ് പ്ലസ് sin nx by n square എന്ന് കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു, നെഗറ്റീവ്സ് സിംപ്ലിഫൈ ചെയ്തു, ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഓക്കെ, -pi to pi. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യും. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇസ് ഈക്വൽ ടു 1/pi. ആദ്യം ഇത് നമ്മൾ പൈ ആണ് അപ്ലൈ ചെയ്യുക. സോ -pi cos n pi by n sin n pi by n square. സോ -pi cos n pi by n plus sin n pi by n square. ഇങ്ങനെയാണ് ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുക. ഇനി ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ടൈം മൈനസും പിന്നെ പോസിറ്റീവാണ്. അപ്പോൾ ലോവർ ലിമിറ്റ് നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈൻ ഇട്ടാൽ മതി. പ്ലസ് എക്സിന് -pi സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കൊസൈൻ ഓഫ് -n pi by n. അടുത്ത് ഇത് മൈനസ് ഇടണം. മൈനസ് സൈൻ ഓഫ് -n pi by n square എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്തു. ഇനി സിംപ്ലിഫൈ ചെയ്താണ്. അറിയാവുന്ന വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. cos n pi -1 ഓൾ റേസ് ടു n ആണെന്ന് അറിയാം. സോ -pi -1 ഓൾ റേസ് ടു n by n sin n pi 0 ആണ്. ഓക്കെ, ഈ കോസിനകത്ത് -1 ഒന്നും ഓർത്ത് പ്രശ്നമില്ല. മൈനസൊക്കെ ഔട്ട്സൈഡ്, മൈനസിന് ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ cos n pi -1 ഓൾ റേസ് ടു n ആണ്. അവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് അഗെയിൻ -pi -1 ഓൾ റേസ് ടു n by n. പക്ഷേ സൈനിനകത്തൊരു -1 വന്നാൽ മൈനസ് ഔട്ട്സൈഡ് വരും. അപ്പോൾ വീണ്ടും sin n pi എന്ന് കിട്ടും. sin n piയുടെ വാല്യൂ നമുക്ക് 0 ആണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരേ ടൈം രണ്ട് പ്രാവശ്യം ഉണ്ടല്ലേ. ഇത് ഒരു പ്രാവശ്യം സെയിം ടൈമാണ്. സെയിം ടൈം ഇസ് ആഡഡ് ട്വൈസ്. അപ്പോൾ അത് 2 ടൈംസ് കിട്ടും. സോ ഇറ്റ്സ് 1/pi ഇൻറ്റു 2 ടൈംസ് -pi -1 ഓൾ റേസ് ടു n by n എന്ന് കിട്ടും. പൈയും പൈയും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് -2 -1 ഓൾ റേസ് ടു n by n. ഇതാണ് നമ്മുടെ bn എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് a0 കണ്ടുപിടിച്ചു, 0 കിട്ടി. an കണ്ടുപിടിച്ചു, അതും 0 കിട്ടി. bn എന്ന് പറയുന്നത് -2 -1 ഓൾ റേസ് ടു n by n എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് ഫൊറിയർ സീരീസ് എഴുതാം. therefore Fourier expansion of f of x is f of x is equal to, f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്, x ആണ്. അപ്പോൾ ഫോർമുല ഇതാണ്, a0/2 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity an cos n pi x by l പ്ലസ്
sigma n equal to 1 to infinity bn sin n pi x by l. L വരുന്നിടത്തേക്ക് എല്ലിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എ നോട്ട് നമുക്ക് 0 എന്ന് കിട്ടി, എ എന്ന് 0 കിട്ടി, അതുകൊണ്ട് അത് ഫുള്ള് 0 ആയി. പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ബി എൻ എന്ന് പറയുന്നത് -2, ബി എൻ്റെ വാല്യൂ നമുക്ക് കിട്ടി -2 -1 ഓൾ റൈസ് ടു n by n ടൈംസ് സൈൻ n pi x by l. എല്ലിന് നമ്മൾ പൈ കൊടുക്കുമ്പോൾ സൈൻ n x എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ -2 വേണമെങ്കിൽ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. സോ -2 ടൈംസ് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി -1 ഓൾ റൈസ് ടു n by n സൈൻ n x എന്ന് പറയുന്നതാണ് നമ്മുടെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയും, ഫ്രം -π ടു π. അപ്പം ഇത്രയും ഉണ്ട് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചില പ്രോബ്ലത്തിനൊക്കെ ചില എളുപ്പ മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ പ്രോബ്ലത്തിന് ആക്ച്വലി നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ ഒരു ഫോമുല യൂസ് ചെയ്യാവുന്നതാണ്. ഇൻ്റഗ്രൽ -π ടു π ഇതൊരു ഓഡ് ഫംഗ്ഷനാണ്. ഇൻ്റഗ്രൽ -a ടു a ആൻഡ് ഓഡ് ഫംഗ്ഷൻ എപ്പോഴും 0 ആണെന്ന് ഡയറക്റ്റ് പറയാം. അപ്പോൾ ഫോമുല നമുക്ക് അറിയാവുമ്പോൾ ഡയറക്റ്റ് ഇതിൻ്റെ വാല്യൂ 0യിലേക്ക് പോകും. എ നോട്ട് കിട്ടി. പിന്നെ എ നെ കണ്ടുപിടിക്കാം. എ ന് ഈ പറഞ്ഞ പോലെ തന്നെ ഇത് എക്സ് കോസ് എൻ എക്സ് എന്ന് പറയുന്നത് വീണ്ടും ഒരു ഓഡ് ഫംഗ്ഷനാണ്. ഫ്രം -π ടു π എക്സ് കോസ് എൻ എക്സ് ഓഡ് ഫംഗ്ഷൻ നമുക്ക് അറിയാമെങ്കിൽ അതിൻ്റെ ആൻസർ ഡയറക്റ്റ് നമുക്ക് 0 എന്ന് പറയാം. അല്ലെങ്കിൽ ഇതുപോലെ ചെയ്ത് തന്നെ നോക്കണം. ഓക്കെ, അതുപോലെ ബി എന്നും കണ്ടുപിടിച്ചു. അപ്പോൾ പ്രോബ്ലത്തിൻ്റെ ഐഡിയ എല്ലാ ക്വസ്റ്റിനകത്തും ഒരുപോലെയാണ്. അതായത് ഫംഗ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക, എല്ലിൻ്റെ വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യുക, ഇൻ്റർവൽ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനുശേഷം എ നോട്ട് എ എൻ ബി എൻ കണ്ടുപിടിക്കുക, ഫൊറിയർ സീരീസിൻ്റെ ഫോമുല എഴുതുക, അതിനകത്തേക്ക് എ നോട്ടും എ എനും ബി എനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതാണ് ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ. ഓക്കെ.